ഹലോ ഫ്രണ്ട്സ്, കുറേ വന്നിട്ട് ലൈവ്. പിന്നെ ഇന്നിപ്പോൾ ഒരു 7 മണിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ്. ഇതിപ്പോൾ എത്തിയിട്ടുള്ളൂ. നല്ല വിശപ്പുണ്ട്, ഭയങ്കര ക്ഷീണം കുടുങ്ങിപ്പോയി, എന്താ അറിയില്ല. ഇതിപ്പോൾ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു. ഇത് മഴ ഇല്ല, വെയിലും ഇല്ല, മഴയും ഇല്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വിങ്ങൽ, കാറ്റുമില്ല, ഒന്നുമില്ല. അപ്പം മഴ പെയ്യാന്നുള്ളൊരു ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര ക്ഷീണം കുടുങ്ങിപ്പോയി. അപ്പം ഇങ്ങനെയാണ്. ഇതപ്പം കൊണ്ട് വന്ന് കയറിയിട്ടുള്ളൂ. ടീഷർട്ടൊക്കെ എടുത്ത് എറിഞ്ഞ്. അപ്പം ചായ കുടിക്കണം, പിന്നെ പുറത്ത് പോകണം, ഇപ്പം എന്തെങ്കിലും വാങ്ങി കൊടുക്കണം, ചിക്കനോ മീനോ വാങ്ങി കൊടുത്തിട്ട് വരണം. അപ്പം ഞായറാഴ്ചയല്ലേ, പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ. ഞാൻ ഒരു 2:30 കഴിക്കുന്നു രാവിലെ പുലർച്ചെ. പിന്നെ ഉറക്കൊന്നും റെഡി ആയില്ല. പിന്നെ 6:30 നീക്കേണ്ടതും വന്നു, കളിക്കാൻ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കൂടി ഉണ്ടായി. അപ്പോൾ അതാണ് ഭയങ്കരമായിട്ട് ഡൗൺ ആയത്. അതാവും. അപ്പം അങ്ങനെയാണ്. ഇപ്പം ഒന്ന് ഇതൊക്കെ വാങ്ങി കൊടുത്തിട്ടൊന്ന് ടൗണിലൊന്ന് പോകണം, ചിലപ്പം പോവുള്ളൂ. അങ്ങനെയൊക്കെയാണ്. കുറേ ആയി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്. ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഇനിയിപ്പോൾ താഴത്ത് പോയിട്ട് ചായ കുടിക്കണം. എന്താ ഉണ്ടാക്കിയെന്നറിയില്ല, ഇഡ്ഡലിയാണ് തോന്നുന്നത്. ഇഡ്ഡലിയും ചട്നിയും എനിക്ക് ഭയങ്കര ഇഷ്ടം. സാമ്പാർ പിന്നെ ഉണ്ടാക്കിയില്ല തോന്നുന്നു, എന്താ അറിയില്ല. ഇപ്പം ഇഡ്ഡലിയും ചട്നിയും അടിച്ച് വരാം. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് കുളിച്ചിട്ട് നേരെ തെറ്റി കുളിച്ചിട്ട് ചായ കുടിച്ചിട്ട് വരാം. ഞാൻ എന്നിട്ട് പുറത്ത് പോയിട്ട് മീനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കട്ടെ. പോയിട്ട് വരാം കേട്ടോ. ഞാൻ ഇറങ്ങി, സാധനം വാങ്ങാൻ ഇറങ്ങി. ഇനി ഞാനൊന്ന് പെട്രോൾ അടിക്കണം. പോത്തോളി പമ്പിലാണ്. പോത്തോളി കേട്ടോ, അതല്ലേ. പെട്രോൾ അടിച്ചിട്ട് ഞാനൊരു സാധനം കാണിച്ചു തരാം. പെട്രോൾ അടിച്ചിട്ട് കേട്ടോ, പെട്രോൾ അടിച്ച് ഞാൻ ടൗണിലേക്ക് പോവുകയാണ്. ഞാനൊരു സാധനം കാണിച്ചു. ഇതുണ്ടോ, ഇതാണ് ഗോകുലം മാൾ. ഗോകുലം മാളിൻ്റെ കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതാണ്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഫ്രണ്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് കോഴിക്കോട് വരാൻ പോകുന്ന മ്യൂസിയം കേട്ടോ. ഇതാണ് സംഭവം. ബോഡി സാധനം ഇത് ഓപ്പൺ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് മ്യൂസിയം. ഇത് കാണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കോഴിക്കോടൊക്കെ ഇനി വരുന്നവർക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് കാണാം. ഇതൊരു അവസരം കൂടിയാണ്. ഓക്കെ, അതായത് അരയെടുത്ത് പാലുണ്ടോ, ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഗോകുലമാളിൻ്റെ തൊട്ടടുത്ത. ഓക്കെ, അതായത് നമ്മൾ മെഡിക്കൽ കോളേജിൽ ടൗണിലേക്ക് വരുന്ന ആ സൈഡ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് പോയി വന്നിട്ട് എടുത്താൽ വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മ്യൂസിയം? ഞാനത് പൊളിയല്ലേ, ഇത് പുറംഭാഗമുണ്ട് ബിൽഡിങ്. ഞാനത് കാണിച്ച് തരാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോഴിക്കോട്
ഉള്ളവർ കണ്ടിട്ടുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, ചിലർ പറഞ്ഞു കേട്ടവരുണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ചിലപ്പം സ്ഥലവും അറിയില്ല, ബിൽഡിങ് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ട് ചിലർ ടൗണിൽ പരിചയമില്ലാത്തവർ ടൗണിൽ വന്നതായിട്ട് ഇങ്ങനെ കാറൊക്കെ വന്നു കഴിഞ്ഞിട്ട് ബ്ലോക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞ് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബ്ലോക്കാണ്. ഒന്നാമത് തൊട്ടടുത്ത് ഗൂഗിൾ മാൾ ഉള്ളതുകൊണ്ട് അതൊക്കെ ഫുള്ള് ബ്ലോക്കാണ് വരിക. അതൊക്കെ റൗണ്ട് അടിച്ച് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. കാറായിട്ട് വരുന്നവർക്ക്, ഫാമിലിക്കായിട്ട് വരുന്നവർക്ക്. അപ്പോൾ ഏകദേശം സ്ഥലം മനസ്സിലായിരുന്നു. പുറമെ വരുന്നവർക്ക് കിട്ടും, അവർക്ക് വലിയ പ്രശ്നമില്ല. അപ്പം ഇതാണ് സംഭവം. ഓപ്പൺ ആയാലും ഒന്ന് കയറി കാണണം, ഓപ്പൺ ആയോന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് സ്ഥിതി. അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അവിടെ വരെ പോയത്. എൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. കോട്ടുള്ളി പമ്പ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അവിടെ നിന്നൊരു നടക്കുള്ള ദൂരമുണ്ട്. കാര്യം പറഞ്ഞാൽ ടൗണിൽ തന്നെ കോഴിക്കോട് വലിയ ഇതൊന്നുമില്ല. അങ്ങനെയാണ് കേട്ടോ. പിന്നെന്താണ്, ഇനിയൊന്ന് നല്ല വെയിലാണ്. വെയിൽ ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ട്. ഒന്നാമത് കളിച്ചതല്ലേ, അതിൻ്റെ ക്ഷീണം വേറെ. ഇന്ന് പോയി വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണമുണ്ട്, വിളിച്ചതും കൂടെ ആയിട്ട്. ഇനി ഒന്ന് 2 മണിക്കൂറൊന്ന് ഉറങ്ങണം. കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മീനൊക്കെ വാങ്ങിക്കൊടുത്ത് ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തിരിക്കും. അതുണ്ടാക്കി ചെമ്മീൻ വാങ്ങിക്കൊടുത്താണ് ഒരു പ്രശ്നമായത്. നമുക്ക് നന്നാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫേവററ്റ് മീനുകളിൽ അതിലൊന്നാണ്. പണ്ടേ മുതൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഞങ്ങളിവിടെ പണ്ടിട്ട് ഒരു 90 ആ കാലഘട്ടത്തിൽ ഇവിടെ ഞങ്ങളിവിടെ ഫുള്ള് വയലല്ലായിരുന്നു. ഇപ്പോഴല്ല ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ ഫുള്ള് വയലായിരുന്നു. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ കൊഞ്ച് ചെമ്മീനെ കണ്ടിട്ടുണ്ടോ, ഇറക്കാങ്കാലൊക്കെ വരെയിട്ട് അതിൻ്റെ ചെറുതുണ്ടാവും. വയലിൽ മൊത്തം പുഴേന്ന് ഇങ്ങോട്ട് കയറിയിട്ട് എത്രയാളുണ്ടാവുക. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ചെമ്മീൻ മതി ഒരു പ്ലേറ്റ് ചോറിന്. അപ്പോൾ 4 ചെമ്മീൻ വന്നാൽ അതിൻ്റെ നേരെ അയലത്തെത്തില്ല. കാര്യം പറഞ്ഞാൽ എന്താ, പോളി സാധനം. ഇതൊരു കഴിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് കിട്ടുകയാണ്. അതൊക്കെ തറ പിടിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ. പിന്നെ അതൊക്കെ പോയി ചെമ്മീനൊക്കെ പറഞ്ഞാൽ എന്താ, അതൊന്നും ഇനി കിട്ടൂല, കാലമൊന്നും കിട്ടൂല. അല്ലേ അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ ഞാൻ പോട്ടെ, ഞാനൊന്നും ഉറങ്ങണം. നല്ല ക്ഷീണം, ഇന്നലെ നൈറ്റ് കഴിഞ്ഞ് വന്ന ക്ഷീണം, പിന്നെ കളിച്ചതിൻ്റെ ക്ഷീണം, ഇതിലൊക്കെ കൂടി കൊണ്ടിട്ട് അതൊന്നും ടയർഡായി. ഉറങ്ങിയാലേ നമുക്ക് റെഡിയാവും. അപ്പം എല്ലാവരോടും ബൈ പറയാണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു സമയം. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഇതിൻ്റെ പരിചയമൊന്നും പോരല്ല, ഓപ്പണായിട്ട് പറയാറുണ്ട്. പരിചയമൊന്നും പോരാ, വീഡിയോ എടുത്തിട്ടും റീൽസ് ഇട്ടിട്ടൊന്നും വലിയ പരിചയമൊന്നും പോരാ. അത് ക്ഷമിക്കുക. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പഠിച്ചു വരുന്നത്. എല്ലാവരും ആദ്യം തന്നെ എല്ലാം പഠിച്ചിട്ടാണ് അല്ലല്ലോ എന്തിനും വരുന്നത്. അപ്പം അതിൻ്റെ പോരായ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നും ആരും ക്യാമറ എടുത്തു തരാനും ഇതൊന്നും ആരൊന്നുമില്ല. വളരെ തന്നെയല്ലേ നല്ലത്. ഇതിനാവും മറപാടൊന്നുമില്ല, ഉള്ളത് ലൈവായിട്ട്, ഉള്ളത് നാച്ചുറലായിട്ട് എടുക്കുക, വീഡിയോ എടുക്കുക. അങ്ങനെ നമ്മളിത് പിന്നെ ഡ്രസ്സ് ഇട്ട് പൗഡറിട്ട് ഒഴിച്ച് ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെങ്ങനെയാണ് ഇങ്ങനത്തെ തന്നെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എന്നാൽ ശരി, ഞാൻ പിന്നെ വരാം. ഒന്ന് കിടക്കട്ടെ. ഈ സൈഡായി സത്യം കുറേ ഇപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു 6 മാസം മുന്നേ കളി നിർത്തിയതാണ്.
അങ്ങനെ അപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 2-3 ദിവസം 2 പ്രാവശ്യം ഞായറാഴ്ച കളിക്കുള്ളൂ. 2 ഞായറാഴ്ച കളിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ കൂടുതൽ കളിച്ച് മഴയില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. കളിച്ച് സെറ്റായി വരണം. റെസ്റ്റ് ഇട്ടാണ് വേണ്ടത്. എന്നാൽ ശരി കേട്ടോ. എന്നാൽ ബൈ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.